Man can experience real and lasting happiness only when he realizes the true nature of his life. Because of his ignorance, he, with immortal spirit, identifies himself with his perishable body. This gives rise to the feeling of I and my, which is the significance of all the suffering. It is a common fact that the individual enters millions, though he is not aware of it while being in the state, the body ceases to function beyond the limits of man's reaction needed to keep it. The mind and the intellect also consequently അവളത് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. എടാ അവള് നോക്കുന്നുണ്ടാ, കൊടുക്കട ഒരു ഫ്ലൈങ് കിസ്. എടാ തിരിച്ചു കിട്ടിയടാ. നീ പ്ലാനിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. വരാൻ പറ്റില്ലെന്ന്. പറ്റില്ലേ? ഇവിടെ ആരുമില്ലെന്ന് പറയാ. അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടത്രേ. നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. അയ്യോ അമ്മ. ഓ, നശിച്ച തള്ളക്ക് വിളിക്കാൻ കേട്ടോ നേരം. അല്ലളിയാ, നാളെ അവളിങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും? അതിനല്ലടാ പണി. നീ അവിടെ ഇരി. നീ പ്ലാനിൽ പാർട്ടിയെ വിളിച്ചകത്ത് കയറ്റുക. ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു. അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു. ഇത് വെച്ച് വേണം നീ കളിക്കാൻ. എവിടെ? വെരി ഗുഡ് ഐഡിയ. കൊറേ കൈ. കുഴപ്പമായല്ലോ. അവൻ നീ എല്ലാവരോടും പറഞ്ഞു നടക്കും. നീ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ വീട്ടിൽ അറിയുന്ന പോട്ടെ, പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയും. എന്ത് പറയുന്നു? ഒന്നും പേടിക്കാൻ, അവൻ എന്റെ സ്വന്തം ആളാണ്. നീ എന്താണ് ഈ കോലത്തില്? ഉണ്ടല്ലയാ, അടുത്ത വീട്ടിലെ പെണ്ണകത്തുണ്ട്. എന്തിനാടാ ഈ പാവൊക്കെ ഒരു തല വെക്കുന്നത്? കുഞ്ഞു പോടെ, ഒരു മഹാത്മാഗാന്ധി. ആ ഞാൻ പോയേക്കാം. അളിയ എല്ലാം ശരിയായിട്ടുണ്ട്. കൊടലയാക്കായി. ഇവനെന്താടാ ഉപ്പ് സദ്യയായിട്ട് തോറ്റമായി നിൽക്കുന്നത്? എന്തിനാടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ? അയൽപക്കമാണ്. ചുമ്മാ പോടാ. പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണ് എന്റെ വിചാരം. അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത്. ആ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയും. അന്നാ സാർ ഒരു കാര്യം ചെയ്യും, ആ മോളത്തെ മുറി പോയിരുന്നു ചൊറിയ. കുറെ കഴിയുമ്പോ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന്. ആ ചൊറിയുമ്പോ വിളിക്കാം. നീ എന്താ നോക്കിക്കണേ? വേഗം പോടാ, സമയങ്ങളാണ്. ഒരു മൊത്തം റിലാക്സേഷൻ. ഹാപ്പി ഡേ. ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റാണ്. എറണാകുളത്തുനിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു. നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം പറയുമ്പോഴൊരു വായന. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വല്ലതും കേട്ടോ? നാളെ മദറിന്റെ ഫീസ്റ്റാണ്.
എറണാകുളത്ത് പോകണം, പിന്നെ ഈ ബുക്ക് വായിക്കണം. തമാശ കള ചേട്ടാ. നീ വേണമെങ്കിൽ പൊയ്ക്കോ, എനിക്ക് വരാൻ പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട്. പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ. രവിയേട്ടനില്ലാതെ ഞാനിതുവരെ തനിച്ചങ്ങും പോയിട്ടില്ല. നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ. നമ്മൾ ചെന്നില്ലെങ്കിൽ മകർ എന്ത് വിചാരിക്കും? ഞാൻ 12 വർഷം ജീവിച്ചത് അവിടെയാണ്. എന്റെ അമ്മയായിരുന്നു അവർ. എല്ലാം രവിയേട്ടൻ അറിയാവുന്നതല്ലേ. ഞാൻ അന്ന് അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു. എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ലാവിശായിട്ട് ജീവിച്ചേനെ. അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി പറയും. അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത്? പെണ്ണിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, മലയാളം എമ്മയല്ലേ. നാളെ അവിടെ പോയാ പോരെ. കത്ത് ബാഗിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ വായിച്ചു. പോണോന്ന് തീരുമാനിക്കുകയും ചെയ്തു. പോരെ. മിനിക്കുട്ടി എവിടെ? മിനിക്കുട്ടി, മിനിക്കുട്ടി. നീ അവിടെ ഇരിക്കുക. മോനെ അടുത്ത മുറി ഞങ്ങൾ കിടത്തിയാ മതി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുഴയും. അവൾ തനിച്ചു കിടക്കില്ല. ഈ കുട്ടികളെ അടുത്ത് കിടത്തിയുള്ള ക്രിയകളുണ്ടല്ലോ, അത് അപകടമാണ്. സത്യാസത്യങ്ങളും പിന്നെ ധർമാധർമ്മങ്ങളെന്നിവ സകലതും വേർതിരിച്ചറിയാനും ലോകശാന്തി പുലർത്താനും നൽക ഞങ്ങൾക്കനുഗ്രഹം, നൽക ഞങ്ങൾക്കനുഗ്രഹം. ഇത്രയും സമയം കാണാതിരുന്നുകൊണ്ട് നിങ്ങൾ ഇനി വരില്ലെന്ന് കരുതി. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഏഴ് ബാങ്കിൽ തന്നെയല്ലേ? അതെ. മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അവള് പഠിക്കാനൊരല്പം മോശമാണ്. മോളെ അമ്മയെ പോലെ പഠിച്ചു മിടുക്കിയാവണം കേട്ടോ. വരൂ. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയിക്കോളൂ. നീയാണെങ്കിൽ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. അയ്യോ, ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം. ആരും ആശ്രയത്തിനല്ലേ, പിന്നെ എന്ത് ചെയ്യും? നീ ആ കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാൻ പറ. ഇവിടെ ഇരിക്കാം. വരൂ. നീ അല്പം നീങ്ങിരുന്നു. എങ്ങോട്ടാണ്? തിരുവനന്തപുരത്ത്. ഞങ്ങളും അതെ. എന്താ പേര്? രാധ. റിസർവേഷൻ ഉണ്ടല്ലേ? ഇല്ല. അയ്യോ, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെന്റാണല്ലോ. എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല. സാരമില്ല, നമുക്ക് 3 ബർത്തുണ്ടല്ലോ. ലോവർ ബർത്തിൽ ആ കുട്ടി കിടന്നോട്ടെ, ഞാൻ മുകളിൽ കിടക്കാം. TTR വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. രാധ, എന്തിനാ രാധ കരയുന്നേ? എന്ത് പറ്റി രാധ? ചേച്ചി, പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയും. ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി. മകളുടെ പച്ച മാംസം കൊതിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ 2ാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ്. എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി.
പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എന്നോട്.